ഗർഭിണികളെ മാടന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു മാടൻ ഗർഭിണികളെ തേടി മാത്രം ആ ഗ്രാമത്തിലേക്ക് എപ്പോഴും വന്നിരുന്നത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. കേരളത്തിലെ ഭൂതപ്രേത വിശ്വാസങ്ങൾ അനുസരിച്ച് അതിലൊരു പ്രധാന കഥാപാത്രമാണ് മാടൻ. അകാലത്തിൽ മരണപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആത്മാവായി മാറി അത് മാടനായി മാറുന്നതാണ് എന്നാണ് വിശ്വാസം. എന്നാൽ ഈ മാടൻ എന്ന പിശാചന് കൈകൾ ഒരുപാടധികം നീളത്തിലും കണ്ണുകൾ ചുവന്ന നിറത്തിലും ഒരു മനുഷ്യന്റെയും മറ്റു മൃഗത്തിന്റെയും രൂപത്തിലുള്ള ഒരു രൂപവുമായിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ഞാൻ വളരെ ചെറുപ്പത്തിലെ കേട്ട ഒരു കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ, അതായത് ഈ കേരളത്തിൽ തന്നെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണ്. പൊതുവെ ഗർഭിണികളെ വളരെ ഇഷ്ടമായിരുന്നു മാടന്. അത് ഗർഭിണികളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഗർഭിണികളുടെ വയറ്റിൽ കിടക്കുന്ന ആ ചുടുരക്തം നുകരാൻ വേണ്ടിയായിരുന്നു മാടന് ഗർഭിണികളോട് ഏറെ പ്രിയം. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ സ്ത്രീകളുള്ള വീടുകളിൽ അർദ്ധരാത്രി ആ പിശാച് വന്ന് അവരെ പുറത്തിറക്കി അവരുടെ ചുടുരക്തം കുടിക്കുമെന്നായിരുന്നു വിശ്വാസം. പണ്ട് കാലങ്ങളിലും ഇപ്പോഴുള്ള കാലങ്ങളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നമ്മളോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരിമാരോടോ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ പറയാറുണ്ട്, ഗർഭിണികൾ അസമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല. എന്താണ് ഈ അസമയം, അല്ലെങ്കിൽ ഏതാണ് ഈ അസമയം? നമ്മൾ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് അത് ഒരു അസമയമാണെന്ന്. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ അന്നത്തെ കാലത്തൊന്നും അനുവാദമുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലും നമ്മുടെ വീടുകളിലൊക്കെ പഴയ അമ്മമാരോ മുത്തശ്ശിമാരോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അവർ ഗർഭിണികളെ പുറത്തിറങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല. കാരണം അവരെ പൈശാചിക ചിന്തകളോടെ നോക്കുന്ന പല ദുഷ്ടശക്തികളും പുറത്ത് വസിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ വിഹരിക്കുന്നുണ്ടെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണികളോട് ആ സമയത്ത്, പ്രത്യേകിച്ച് സന്ധ്യ മയങ്ങി 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ മാടൻ എന്ന ഈ പിശാച് എങ്ങനെയെങ്കിലും ആ സ്ത്രീകളെ പുറത്തിറക്കി അവരുടെ രക്തം കുടിക്കുമായിരുന്നു. അത്തരത്തിൽ ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ച ഒരു കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അന്നൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ അമ്മു എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് നിറഗർഭിണിയായിരുന്നു. ഏകദേശം 8 മാസം പൂർണ്ണമായിരുന്നു. അന്നത്തെ കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലൊന്നും നമുക്ക് കുളിക്കാനോ മൂത്രമൊഴിക്കാനോ ഒന്നും സൗകര്യമുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്താണ് വീടുകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വന്നു തുടങ്ങിയത്. അന്നത്തെ കാലത്ത് വീടിന് പുറത്തായിരുന്നു ടോയ്ലറ്റ്സ് എല്ലാം. അതും വീടിന് തൊട്ടടുത്തൊന്നും ആയിരിക്കില്ല. ഒരു വലിയ പറമ്പോട് കൂടിയുള്ള വീടുകളായിരിക്കും അന്നത്തെ കാലത്ത് മിക്കവാറും വീടുകൾ. എന്നാൽ ആ പറമ്പിൽ തന്നെ വീടിനോട് വളരെ വിട്ടിട്ടാണ് അന്നത്തെ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എല്ലാം നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആർക്കെങ്കിലും ബാത്റൂമിലേക്കോ മറ്റോ പോകേണ്ടി വന്നാൽ ആ ഒരു വഴി മൊത്തം നടന്നു വേണം ആ ബാത്റൂമിലേക്ക് എത്താൻ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും നമ്മുടെയൊക്കെ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയുള്ള ടോയ്ലറ്റ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ ബെഡ്റൂമിൽ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഗർഭിണികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ബാത്റൂമിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൂടെ ആരെങ്കിലും വല്ല വിളക്കുമായോ ടോർച്ചുമായോ ഒക്കെ അവരുടെ കൂടെ കൂട്ടുപോകുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ഗർഭിണികളുടെ ഗർഭകാലങ്ങൾ. കാരണം ഏതൊരു പിശാചിന്റെ കണ്ണ് പോലും ആ ഗർഭിണികൾക്ക് മേലിൽ അല്ലെങ്കിൽ ആ ഗർഭത്തിന് മേൽ പതിക്കാൻ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അന്നത്തെ തലമുറയിലുള്ള സ്ത്രീകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ അമ്മു എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് 8 മാസം ഗർഭിണിയായിരുന്നു. അന്നത്തെ രാത്രി പുറമേ നിന്നും വളരെ വിചിത്രമായ ഒരു ശബ്ദം കേട്ടാണ് അമ്മു ഉണർന്നത്. അമ്മുവിന്റെ ഭർത്താവിന്റെ ശബ്ദത്തിലായിരുന്നു അവളെ ആരോ വിളിക്കുന്നത് പോലെ പുറത്തു നിന്നും തോന്നിയത്. ആദ്യമൊക്കെ അമ്മു കുറച്ചു സമയം ചെവിയോർത്ത് കിടന്നു. ആ ശബ്ദം അമ്മുവിന്റെ ഭർത്താവിൻ്റെതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അമ്മു പുറത്തേക്കിറങ്ങാൻ
തയ്യാറായത്. അന്ന് അമ്മുവിൻ്റെ വീട്ടിൽ അമ്മുവിൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും അടക്കം അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ വിളിക്കുന്നത് സ്വന്തം ഭർത്താവല്ലേ എന്ന് കരുതിയിട്ടാണ് അമ്മു പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. എന്നാൽ വാതിൽ തുറന്നു നോക്കുമ്പോൾ അമ്മുവിനെ ആരെയും കാണാൻ സാധിച്ചില്ല. അമ്മു വീണ്ടും വാതിലെല്ലാം അടച്ച് കട്ടിലിൽ തന്നെ വന്നു കിടന്നു. ഭർത്താവിനെ കാണാനുള്ള അമിതമായ ആഗ്രഹം കാരണം ചിലപ്പോൾ തോന്നിയതാവാം എന്നൊക്കെ അമ്മു മനസ്സിലോർത്ത് വീണ്ടും കിടന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആരോ കതകിൽ മുട്ടുന്നത് പോലെ തോന്നി. അതിനോടൊപ്പം അമ്മുവിൻ്റെ ഭർത്താവിൻ്റെ ശബ്ദത്തിൽ വീണ്ടും തന്നെ ആരോ വിളിക്കുന്നത് പോലെ അമ്മുവിന് വീണ്ടും തോന്നി. എന്നാൽ അമ്മുവിന് ഇത് ഒരു തോന്നൽ മാത്രമല്ല എന്ന ചിന്ത വീണ്ടും മനസ്സിലുദിച്ചു. വീണ്ടും പുറത്തു വന്ന് വാതിൽ തുറന്നു. എന്നിട്ട് ചുറ്റുപാടും നോക്കി. എന്നാൽ ആരെയും കാണാൻ സാധിച്ചില്ല. വീണ്ടും അമ്മു അകത്തേക്ക് വന്ന് കട്ടിലിൽ ഇരുന്നു. ആ സമയത്താണ് അമ്മുവിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയത്. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഒന്ന് മൂത്രമൊഴിക്കാനുള്ള ഒരു ശങ്ക. എന്നാൽ മൂത്രമൊഴിക്കാൻ പുറത്ത് കുറച്ചു ദൂരം നടന്നു വേണം ബാത്റൂമിലേക്ക് എത്താൻ. അതുകൊണ്ട് എപ്പോഴും അമ്മ പറയാറുണ്ട്, രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് അമ്മ എപ്പോഴും അമ്മുവിനെ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അമ്മു അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതി അമ്മു സ്വയം ബാത്റൂമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അന്നത്തെ രാത്രി അമ്മു വിളക്കുമെടുത്ത് മുന്നോട്ടിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ആ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് അവിടെയുള്ള ഒരു ആൽമരത്തിൽ നിന്നും ഒരു ചുവന്ന വെളിച്ചം അമ്മു ശ്രദ്ധിച്ചത്. അത് എന്ത് വെളിച്ചമാണെന്ന് മനസ്സിലാകാതെ അമ്മു അല്പസമയം അവിടേക്ക് തന്നെ നോക്കി നിന്നു. എന്നാൽ അമ്മുവിന് ഇത്തരത്തിലുള്ള പ്രേത ഭൂതപിശാചുക്കളിലൊന്നും അധികം വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മു അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ചിന്ത കൊടുത്തില്ല. അമ്മു ബാത്റൂമിലേക്ക് കയറി തുടങ്ങി. പെട്ടെന്നാണ് വീണ്ടും അമ്മുവിൻ്റെ ഭർത്താവിൻ്റെ ശബ്ദത്തിൽ പുറമേ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയത്. ആ സമയത്താണ് അമ്മുവിന് ഉള്ളിൽ ഒരു ഉൾഭയം പോലെ തോന്നിയത്. എന്നാൽ അമ്മു ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കണോ എന്ന് അല്പം ശങ്കിച്ചു നിന്നു. എന്നാലും അവൾക്ക് വീട്ടിലേക്ക് എത്താൻ ഉറപ്പായും ആ ബാത്റൂമിന്റെ വാതിൽ തുറക്കേണ്ടതായി വന്നു. അങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അമ്മു ആ വിചിത്രമായ കാഴ്ച കണ്ടത്. ഒരു പകുതി മനുഷ്യന്റെ രൂപത്തിൽ, ഒരു പകുതി മൃഗത്തിന്റെ രൂപത്തിൽ, കണ്ണ് ചുവന്ന നിറത്തിൽ. മുഖത്തിന്റെ സ്ഥാനത്ത് മുഖമത്ര വ്യക്തമല്ല, എന്നാൽ അതിൻ്റെ കൈ നിലത്ത് തൊടുന്നുണ്ടായിരുന്നു. അതുപോലെ കൂർത്ത നഖങ്ങളും ആ കൈവിരലുകളിൽ ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനാണെന്ന് അമ്മുവിന് വിശ്വസിക്കാനേ പറ്റിയില്ല. അമ്മു മനസ്സിലുറപ്പിച്ചു, അതൊരു പൈശാചിക ശക്തിയാണ്, അത് മാടനാണ്. മുത്തശ്ശി എപ്പോഴും പറയാറുള്ള ഗർഭിണികളെ ഏറെ ഇഷ്ടമുള്ള മാടൻ. അമ്മു ഒരൽപ്പം സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അമ്മു ആർത്ത് നിലവിളിച്ചു. ആ നിലവിളി കേട്ടാണ് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അടക്കം എല്ലാവരും അങ്ങോട്ട് വന്നത്. ആ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷനായി. എന്നാൽ അമ്മുവിൻ്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും അടക്കം ആ ഒരു കാഴ്ച അന്ന് കണ്ടവരാണ്. അതിനുശേഷം അമ്മു എപ്പോഴും ഈ മാടനെ സ്വപ്നം കാണുമായിരുന്നു. ആ ഒരു രൂപം, ആ ഒരു ഭാവം, ആ ഒരു കൂർത്ത നഖങ്ങളും ആ ഒരു തിളങ്ങുന്ന കണ്ണുകളുമെല്ലാം അമ്മു എപ്പോഴും അമ്മുവിൻ്റെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. അതിനുശേഷം അമ്മുവിനെ തേടി ആ മാടൻ ഒരിക്കൽ കൂടി അവരുടെ വീട്ടിലേക്കെത്തി. പക്ഷേ അന്ന് നടന്നത് തികച്ചും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി അമ്മു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പുറത്തേക്കിറങ്ങി ആ മാടൻ അമ്മുവിനടുത്തെത്തിയത്. ആ സമയത്താണ് അമ്മു ബോധം കെട്ട് നിലത്ത് വീണത്. ആ സമയത്ത് തന്നെ അമ്മുവിൻ്റെ പ്രസവം അവിടെ നടന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ തന്നെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ അമ്മുവിൻ്റെ ഗർഭത്തിലുള്ള ആ കുട്ടി ജനിച്ചത് ജീവനോടെ ആയിരുന്നില്ല. അതുമാത്രമല്ല, അവിടെ വിചിത്രമായ സത്യം, അമ്മു അവിടെ തന്നെ പ്രസവിച്ചെങ്കിലും ഒരു തുള്ളി രക്തം പോലും അമ്മുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. അത് മുഴുവൻ ആ മാടൻ കുടിച്ചു എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം ഒരുപാട് കാലം അമ്മു ഒരു അബോധാവസ്ഥയിലായിരുന്നു. ആരോടും മിണ്ടാതെ, ആരോടും ഉരിയാടാതെ, ഒരു ഭ്രാന്തിയെ പോലെ കുറേ കാലം അമ്മു അങ്ങനെ കഴിച്ചുകൂട്ടി. കുറേ വർഷങ്ങൾക്ക് ശേഷം ചില മന്ത്രങ്ങളും പൂജകളെല്ലാം ചെയ്ത് ആ മാടനെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കൊടിയിരുത്തി എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അമ്മു വീണ്ടും ഗർഭിണിയായി. ഇന്നും അമ്മുവിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത്
ഒരു ചെറിയ ശവക്കലറ കാണുമായിരുന്നു. അന്ന് മാടൻ കാരണം കൊല്ലപ്പെട്ട ആ അമ്മുവിൻ്റെ ചെറിയ കുഞ്ഞ്. ഇത്തരത്തിലുള്ള മാടൻ കഥകളും ഒടിയൻ കഥകളും നമ്മുടെ കേരളത്തിൽ പണ്ടത്തെ കാലത്ത് വളരെ സുപരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്കിതൊക്കെ വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അന്നത്തെ കാലത്ത് നേരിട്ട് അനുഭവിച്ചവർ വളരെയേറെയാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് വീണ്ടും വീണ്ടും നമുക്ക് പോകാം.